അവന്മാർ എന്തായി കാണിക്കുന്നത്? എടോ മനുഷ്യനെ, നിങ്ങൾക്കൊന്നും നാണമില്ലേ? ഒരു മൃഗത്തിന്റെ അടുത്ത് ഇത്രയും ക്രൂരമായി പെരുമാറാൻ. ഞങ്ങൾ ഇത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്റെ ജോലി പഠിപ്പിച്ചു തരാണോ? നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകുന്നോ അല്ലെങ്കിൽ പൊയ്ക്കോ? ഞങ്ങൾ പോയേക്കാം. പക്ഷേ അപ്പുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് കരുതണ്ട. ആ രണ്ടുപേരെയും പിടിക്ക്, വിടരുത്. ദാ പോകുന്നവര്, അവരെ പിടിക്ക്. ജോഗിങ് തുടങ്ങിക്കോ പത്തലു, ജോഗിങ് തുടങ്ങിക്കോ. കണ്ടോ, ആ ആന നമ്മുടെ പുറകെ വരുന്നു. വേഗം എന്തെങ്കിലും ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ഇതിന് സ്കേറ്റിംഗ് ഒക്കെ അറിയാമോ? എന്റെ മോട്ടോ അത് സർക്കസിലത്തെ ആനയാണ്. ഇതൊക്കെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഒന്ന് സ്പീഡ് കൂട്ടിക്കോ. ഇതൊരു സ്കേറ്റിംഗ് ചാമ്പ്യൻ ആണെന്നാ തോന്നുന്നത്. ഇനിയും വേഗം പോട്ടെ. സൈക്കിള് നീയാണ് മോട്ടോ ഓടിക്കുന്നത്, ഞാനല്ല. ഇനി അതിന്റെ ആവശ്യം വരും തോന്നുന്നില്ല. അവൻ നമ്മളെ പുറകിലാക്കി പോയിന്നേ. എന്തിനാ ഞങ്ങളുടെ പുറകിൽ ഇങ്ങനെ വരുന്നേ? ഞങ്ങൾ നിന്നെ രക്ഷിക്കാനല്ലേ നോക്കിയുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ പഴം മേടിക്കാനുള്ള കാശ് പോലും ഇല്ല. മര്യാദക്ക് പോയിക്കോ ഇവിടുന്ന്. ഒരിക്കലും ഇങ്ങോട്ട് വന്നു പോകരുത്. താങ്ക് യു കുഞ്ഞരിയ, താങ്ക് യു. നിന്റെ മോന്തയുടെ ഒരു കോലവേ. നിന്റെ മുഖം പോലെ തന്നെയാണ്. രക്ഷപ്പെട്ട തന്നെ വലിയ കാര്യാ. ആനക്കുട്ടൻ, എന്റെ അപ്പുക്കുട്ട, നീ ഇത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, ഇതിപ്പോ മുഴുവനും പിങ്ക് കളർ ആയല്ലോ. ഇങ്ങോട്ട് നോക്ക് അപ്പു മോനെ, നീ ഇനി ഞങ്ങളുടെ പിന്നാലെ വരരുത്. ബൈ ബൈ അപ്പു, ബി എ ഗുഡ് ബോയ്. ചായക്കട ചേട്ടാ, നല്ല ചൂടുള്ള സമൂസ നോക്കട്ടെ. പക്ഷെ ഇതിന് തിന്നാൻ കൊടുത്ത അതിന്റെ പൈസ ആര് തരും? അപ്പോ നീ ഇതെങ്ങനെയാ ഇവിടെ വന്നത്? ചെല്ല്, നിന്റെ വീട്ടിൽ ചെല്ല്. പൊളിച്ചെടുത്തല്ലോ. പിങ്ക് നിറത്തിൽ ആനയോ? ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പിങ്ക് നിറത്തിലുള്ള ആന മുകളിലുള്ളവന്റെ രൂപമാണെന്ന്. ഇത് എവിടെ പോന്നോ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അനുഗ്രഹം കിട്ടും. ഇതിനെ സന്തോഷപ്പെടുത്താൻ എന്തേലും തിന്നാൻ കൊടുക്കൂ. ഇതിന്റെ അനുഗ്രഹം എനിക്കും വേണം. ഞാൻ കൊടുക്കും, വേണ്ടിടത്തോളം കൊടുക്കും. ഇതാ മോട്ടു, ഇത് നിനക്കുള്ളതല്ല, ഇത് നമ്മുടെ ഈ പ്രഭുവിനുള്ളതാണ്. ഈ പ്രഭുവിനുള്ളത്. ഗണപതി തമ്പുരാനെ ജയ്, ഗണപതി തമ്പുരാനെ ജയ്. പിങ്ക് കളറിലെ ആന ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അതെ, ഒരിക്കലും കണ്ടിട്ടില്ല. ഇത് മുകളിലുള്ളവന്റെ രൂപമാണ്. ഇതിനോട് എന്ത് ചോദിക്കുന്നോ അപ്പൊ തന്നെ അത് തരും. പക്ഷെ അതിനു മുമ്പ് ഇതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കണം. ചായക്കട ചേട്ടാ, പെട്ടെന്ന് 1 കിലോ മിഠായി എടുക്ക്.
നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത്? നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല. എല്ലാം പറഞ്ഞു കൊടുക്ക. ഇത് പിങ്ക് നിറമുള്ള ആനയല്ല. പത്തലു ഒന്നും മിണ്ടാതിരിക്കേ. എന്റെ ജീവിതത്തിൽ ഇത്രയധികം ആഹാരം കിട്ടുന്നത് ഇതാദ്യമായിട്ടാ. നിരന്തരം തെറ്റ് ചെയ്യുന്നവൻ എന്തായാലും എപ്പോഴെങ്കിലും പിടിക്കപ്പെടും. ഇവനിതെന്ത് പറ്റി? ഇവിടെ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ നിറം മാറ്റിയതുകൊണ്ട് വേറെ ആർക്കും ഇതിനെ മനസ്സിലാവില്ല എന്ന് നിങ്ങൾ വിചാരിച്ചതല്ലേ? പക്ഷെ ഞാൻ ഇതിനെ എന്റെ കൂടെ എന്തായാലും കൊണ്ടുപോയിരിക്കും. അപ്പു നടക്ക്. അപ്പോ നിൽക്കൂ, ഞങ്ങളും വരുന്നുണ്ട്. നമ്മൾ ഇവന്റെ കൂടെ തന്നെ ഓടി ഇങ്ങ് പോന്നു. ഇനിയിപ്പോ നമ്മൾ ഇവനെ കൊണ്ട് എന്ത് ചെയ്യാനാ? ഇവനെ എന്തായാലും കാട്ടിലെ ഫോറസ്റ്റ് ഓഫീസറെ ഏൽപ്പിക്കാം. അവൻ അവിടെ സന്തോഷവാനായിരിക്കും. എന്നാ വാ മക്കളെ, നമുക്ക് കാട് നോക്കി ഓടാം. വേഗം വാ, ഈ ഫുട്ബോൾ ഗ്രൗണ്ടിലൂടെ ഷോർട്ട് കട്ടിന് പോകാം. അവിടെ നിക്കാപ്പൂ, അല്ലെങ്കിൽ നീ ഇതിന് ഒരുപാട് അനുഭവിക്കും. പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ, അല്ലെങ്കിൽ റിംഗ് മാസ്റ്റർ ഇവരെയും കൊണ്ട് പോകും. ഐഡിയ. ദേ നോക്കാ, റിംഗ് മാസ്റ്റർ വരുന്നുണ്ട്. ആ ബോൾ എടുത്ത് ഒരടി അടിച്ചോ. അടിക്കുന്ന അടിയിൽ മാസ്റ്റർ പറക്കണം. അടിച്ചോ അടിച്ചോ അടിച്ചോ. അപ്പുവിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ അറിയാവുള്ളൂ. ഞാൻ ഇവന് ഇതുവരെ ഫുട്ബോൾ എങ്ങനെയാ കളിക്കുന്നതെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. What a kick and അപ്പു കൊടുകൈ. അപ്പു, ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. നിക്കപ്പു, ഓടല്ലേ അപ്പു, നിനക്ക് എന്നെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. അപ്പു, നിക്കവിടെ. നമ്മളിത് എവിടെയാ വീണ് കിടക്കുന്നത്? പത്തലു എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ആ റിംഗ് മാസ്റ്റർ ഇപ്പൊ ഇങ്ങെത്തും. ഇവിടുന്ന് രക്ഷപ്പെട്ട് നിങ്ങൾക്ക് എത്ര ദൂരം ഓടാൻ പറ്റും? ഇപ്പൊ പിടിക്കപ്പെട്ടില്ലേ അപ്പു? എന്നാ വാ, നമുക്ക് വീട്ടിൽ പോകാനുള്ള സമയമായി. ഐഡിയ. അപ്പോ നമുക്ക് റിംഗ് മാസ്റ്ററുടെ കൂടെ ഹോളി കളിക്കാം. ഹോളി എന്താന്നറിയില്ലേ? നിറങ്ങൾ വാരി എറിയുന്ന ഹോളി. ഇവിടെ കളറുകളില്ല. എന്താ ചെയ്യ? മണ്ണ് വാരി എറിഞ്ഞോ. അപ്പു, അങ്ങനെ ചെയ്യരുത്. ഞാൻ നിന്നെ വിടില്ല. നിന്നെ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? അപ്പോ നീ ഇപ്പൊ നല്ലോണം ആലോചിക്കേണ്ട സമയമാണ്. അവന്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയ നിന്നെ വീണ്ടും തിരിച്ച് സർക്കസിൽ കൊണ്ടുപോയി ആക്കും. അപ്പു, ഈ പാലം കടന്നാ പിന്നെ നിനക്ക് ആരെ കുറിച്ചും പേടിക്കണ്ട. നോക്കൂ, അവിടെയാണ് നിന്റെ കാട്. അപ്പുവിന് ഹൈറ്റ് എന്ന് പറഞ്ഞ പേടിയാ. സർക്കസിലെ 4 ഫീറ്റുള്ള സ്റ്റെപ്പിൽ കയറാട്ട അപ്പുവാണോ ഈ പാലത്തിൽ കൂടെ നടന്ന് അപ്പുറത്ത് കടക്കാൻ പോകുന്നത്? നടക്കപ്പു, നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പു, ഇങ്ങനെ ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. നീ ഒന്ന് മനസ്സ് വയ്ക്കടാ എന്റെ അപ്പുക്കുട്ട. അപ്പോ നീ പരിശ്രമിക്കാതെ തോറ്റുപോയെന്ന് കരുതണ്ട. ഒരു പ്രാവശ്യെങ്കിലും ഒന്ന് പരിശ്രമിച്ച് നോക്ക്. അപ്പു, ഞാൻ നിന്റെ വല്യേട്ടനാണോ പറയുന്നത്? നിന്റെ വല്യേട്ടൻ പറഞ്ഞാ നീ കേക്കൂലടാ. ഒരു പ്രാവശ്യം പരിശ്രമിച്ച് നോക്കണ്ട അപ്പു. ഒരു തവണ പരിശ്രമിച്ച് നോക്ക്. വരൂ അപ്പു, എന്റെ കൂടെ വരൂ. എന്റെ അപ്പുക്കുട്ട, നീ ഇത് എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നേ? അത് കലക്കി അപ്പു, വേഗം വാ. എന്റെ കുഞ്ഞനിയാ നീ പൊളിച്ചടാ കൊടുകൈ. വേണ്ട അപ്പു, വേണ്ട, പോകരുത്.
എനിക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. പക്ഷേ ഞാൻ നിങ്ങളെ സഹായിക്കില്ല. അപ്പു എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ അവനെ വേറെ ആരുടെ കൂടെയും പോവാൻ സമ്മതിക്കില്ല. അപ്പു വേഗം, സമയൊട്ടുമില്ല. താഴേക്ക് നോക്കാതെ മേലേക്ക് നോക്ക്. വേഗം നീ തിരിഞ്ഞ് നടക്ക്. അപ്പു, നീ പൊളിച്ചടാ. കണ്ടില്ലേ, പരിശ്രമിച്ചാൽ ചെയ്യാൻ പറ്റാത്ത കാര്യം ഒന്നും തന്നെ ഇല്ലെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ഞങ്ങൾ നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഫോറസ്റ്റ് ഓഫീസറുടെ കയ്യിൽ ഏൽപ്പിക്കും. പിന്നെ നിനക്ക് ഒരിക്കലും സർക്കസിൽ കടന്ന് വെറുതെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പു എന്റെ അടുത്തേക്ക് തിരിച്ചു വാ, അല്ലെങ്കിൽ ഞാൻ ആളുകളെ കൊണ്ടുവന്ന് നിന്നെ ഇവിടുന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുപോകും. ഉം. വേണ്ട അപ്പു. അപ്പു എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് സർക്കസിൽ ഒന്നിച്ചു ചേർന്ന് എന്തൊക്കെ ചെയ്യാന്നറിയാവോ? വേണ്ട വേണ്ട അപ്പു, അങ്ങനെ ചെയ്യല്ലേ. അപ്പു വേണ്ട.